നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കേരള പോലീസിന് നാണക്കേടായി മൂന്നാം ദിവസവും ബലാത്സംഗ കേസ് പ്രതി നടൻ സിദ്ദിഖ് ഒളിവിലാണ്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ചൊവ്വാഴ്ച മുതൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് പോലീസ്. സിദ്ദിഖ് കേരളത്തിൽ തന്നെ ഉണ്ടെന്നാണ് സൂചനയെങ്കിലും ഒളിയിടം കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. സിനിമാ സംഘടനകൾ തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് താനെന്ന് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ സിദ്ദിഖ് വാദിക്കുന്നു. ശരിയായ അന്വേഷണം നടത്താതെയാണ് തന്നെ പ്രതിയാക്കിയതെന്നും സിദ്ദിഖ് ഹർജിയിൽ പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാരും അതിജീവിതയും സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയും നൽകി. നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി. നവമി, 3 പകൽ 2 രാത്രി സിദ്ദിഖ് ഇപ്പോഴും ഒളിവിലാണ്. പോലീസ് സിദ്ദിഖിന് പിന്നാലെ ഉണ്ടെന്ന് പറയുന്നു. അതിനിടെ സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ പോകാനുള്ള സാവകാശം പോലീസ് നൽകിയെന്ന വലിയ ആക്ഷേപമൊക്കെ ഉണ്ട്. അതിനിടെയാണ് സുപ്രീം കോടതിയിൽ സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്ന കാര്യം തന്നെ വിചിത്രമാണ്. താൻ ഈ സിനിമാ സംഘടന താനൊരു ഇരയാണെന്ന് പറയുന്നു. അതായത് ഒരു വേട്ടക്കാരൻ തന്നെ പറയുകയാണ് താനൊരു ഇരയാണെന്ന്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ സിദ്ദിഖ് പറയുന്നത്? എന്തായാലും മാധ്യമപ്രവർത്തകർ നടത്തുന്ന അന്വേഷണം പോലും കേരള പോലീസ് നടത്തുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം 3 ദിവസം കഴിഞ്ഞു. സിദ്ദിഖിനെ പോലെ ഒരു പ്രസിദ്ധനായിട്ടുള്ളൊരു നടനെ ഇപ്പോഴും കേരള പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതിലൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം സുപ്രീം കോടതിയെ സമീപിച്ച അനുകൂലമായിട്ടുള്ളൊരു നിലപാട്, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്നും എന്ത് നിലപാടാണ്, എന്ത് ഉത്തരവാണ് വരുന്നതെന്ന് കാത്തിരിക്കാനാണോ SIT സംഘവും തുനിയുന്നത് എന്നൊരു സംശയമാണ്. അതുകൊണ്ടായിരിക്കുമോ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ സിദ്ദിഖ് ഒളിവിലാണ്, സിദ്ദിഖിനായുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ടെന്നൊക്കെ വാക്കാൽ പറയുന്നതല്ലാതെ സിദ്ദിഖിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം അത് ശക്തമായിട്ടുള്ള രീതിയിൽ, അത് ഏത് രീതിയിൽ പുരോഗമിക്കുന്നുണ്ടെന്ന് നമുക്ക് ഇപ്പോഴും അറിയുന്നില്ല. ഈ പോലീസിനെയും SIT സംഘത്തോടൊക്കെ ബന്ധപ്പെടുമ്പോൾ സിദ്ദിഖ് ഒളിവിലാണ്, ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമല്ലാണ്ട് കൂടുതൽ ഡീറ്റെയിലുകളൊന്നും തന്നെ പറയുന്നില്ല. 3 ദിവസം കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഇന്നലെ തന്നെ ഏകദേശം 11 മണിയോടുകൂടി സിദ്ദിഖിന്റെ ഫോൺ ഓണാകുന്ന സാഹചര്യമുണ്ടായി. അരമണിക്കൂറോളം ആ ഫോൺ ബിസി ആയിരുന്നു. അതിനുശേഷം അത് പറയുന്നത് തന്നെ മലയാളത്തിലാണ്. അതിനർത്ഥം സിദ്ദിഖിന്റെ ഫോൺ എന്തായാലും കൊച്ചിയിലുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലുണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ആ ഫോണിന്റെ റേഞ്ച്, അല്ലെങ്കിൽ അത് സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട ആ ഫോൺ ഏത് പരിധിയിലാണ്, ഏത് റേഞ്ചിന്റെ പരിധിയിലാണെന്ന് പോലുള്ള അന്വേഷണം പോലും ഇതുവരേക്കും കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും SITയുടെ ഭാഗത്തു നിന്നോ നടന്നിട്ടില്ല. ഇത് വളരെയേറെ സംശയത്തോടെയാണ് നോക്കിക്കാണേണ്ടത്. മറ്റൊന്ന്, സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സിദ്ദിഖ്. മിക്കവാറും തിങ്കളാഴ്ചയായിരിക്കും ഈ ഹർജി പരിഗണിക്കുക. കാരണം ഹൈക്കോടതിയെ പോലെ വളരെ പെട്ടെന്ന് സുപ്രീം കോടതിയിൽ ഈ ഹർജി പരിഗണിക്കണമെന്നില്ല. എന്തായാലും അഭിഭാഷകൻ മുകുൾ റോത്തഗിയാണ് സിദ്ദിഖിന്റെ അഭിഭാഷകനായി സുപ്രീം കോടതിയിൽ എത്തുന്നത്. എന്തായാലും അഭിഭാഷകൻ നൽകിയത് തിങ്കളാഴ്ചയെങ്കിലും ഈ ഹർജി പരിഗണിക്കണമെന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിദ്ദിഖ് പറയുന്നത് താൻ ഒരു ഇരയാണ്. അതായത് WCCയും AMMA താരസംഘടനയായ അമ്മയും ഇവർ രണ്ടുപേരും നടത്തിയ തർക്കത്തിലെ ഇരയാണ് താനെന്ന്. അങ്ങനെ പറയുന്നത് ഏത് അടിസ്ഥാനത്തിൽ? വളരെ ദുർബലപ്പെട്ട ഒരു ന്യായീകരണമാണ് സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഹർജിയാണ് സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നും പോയിരിക്കുന്നത്. കാരണം മറ്റൊന്നല്ല, നമുക്കറിയാം ഇത് ഏത് സാഹചര്യത്തിലാണ് ഈ സംഭവം നടന്നതെന്ന്. ഇത് ഈ പരാതി ഈ പെൺകുട്ടി പറയുന്നത് ഇപ്പോഴല്ല, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആ പെൺകുട്ടി മാധ്യമങ്ങളോട് പറയുന്നു എന്നേ ഉള്ളൂ. പക്ഷേ 2016 നടന്ന സംഭവമാണ്. അമ്മയ്ക്ക് തന്നെ, അമ്മ എന്ന സംഘടനയ്ക്ക് ഇതിൽ ഈ പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ട്. അതിനു മുൻപ് പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്ത് വാദമാണ് സിദ്ദിഖ് ഇതിലോട് കൂടി, അല്ലെങ്കിൽ എന്താണ് സിദ്ദിഖ് ഇതിൽ കൂടി ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോഴും കൃത്യമായിട്ടില്ല. WCCയുടെ അമ്മയുടെയും ഇരയാണ് സിദ്ദിഖ് എന്ന് പറയുന്നതിൽ എനിക്ക് തോന്നുന്നില്ല സുപ്രീം കോടതിയിൽ അത്തരമുള്ള വാദങ്ങളൊക്കെ നിലനിൽക്കുമെന്ന്. മറ്റൊരു കാര്യം, ഹൈക്കോടതി പോലും പൂർണ്ണമായും ഈ ഒരു കാലപരിധിയെ തിങ്കളാഴ്ച വരെയും പോലീസ് ഒരു സാവകാശം നൽകാനുള്ള സാധ്യതയുണ്ടോ? തിങ്കളാഴ്ചയാണ് സിദ്ദിഖിന്റെ ഹർജി പരിഗണിക്കുന്നതെന്ന് പറയുന്നു സുപ്രീം കോടതി. അതിനു മുൻപ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? അതിനു മുൻപ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു.
ഈ ഹൈക്കോടതി ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ അന്ന് രാവിലെ വരെ സിദ്ദിഖ് തന്റെ വീട്ടിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതിനു മുൻപ് തന്നെ ഇങ്ങനെ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പോലീസിനറിയാം. അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ പരിധിയിൽ അല്ലെങ്കിൽ നിരീക്ഷണ വലയത്തിനുള്ളിൽ തന്നെ സിദ്ദിഖ് ആകേണ്ട സമയമായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ ഈ പോലീസ് തയ്യാറായില്ല. സിദ്ദിഖിന് രക്ഷപ്പെടാനുള്ള സമയം കൊടുക്കുന്നു. അതിനുശേഷം 3 ദിവസം സിദ്ദിഖിനെ കാണാമറയത്താണ്. സിദ്ദിഖ് എവിടെയെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല. തിരുവനന്തപുരത്തുള്ള മ്യൂസിയം പോലീസ് അന്ന് തന്നെ കൊച്ചിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അവരും കൊച്ചിയിൽ തന്നെ തുടരുകയാണ്. പക്ഷേ സിദ്ദിഖിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം അത് നടക്കുന്നു എന്നുള്ളതിൽ വളരെയേറെ സംശയമാണ്. എന്തുകൊണ്ടാണ് സിദ്ദിഖിന് ഒരു നടൻ എന്ന ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം, ബാഹ്യമായിട്ടുള്ള ഇടപെടൽ ഇതിലുണ്ടോ, കേരള പോലീസിന്മേൽ ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. സിദ്ദിഖിനെ പോലൊരു നടനെ അങ്ങനെ ധൃതിപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ടതില്ല. അല്ലെങ്കിൽ അയാൾ ജയിലിൽ കടന്ന് സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുമ്പോൾ പുറത്ത് പോകുന്നെങ്കിൽ പോകട്ടെ, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധി കൂടി ഒരു ഉത്തരവ് കൂടി വന്നിട്ട് മതി അറസ്റ്റ് എന്നുള്ളൊരു ലാഘവത്തോടുകൂടി തന്നെയാണ് പോലീസ് നിൽക്കുന്നത്. സിദ്ദിഖിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ രീതികൾ തന്നെയാണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാരണം ഇത്രയും പ്രശസ്തനായിട്ടുള്ള ഒരു നടൻ അയാൾ ഒളിവിൽ പോയിട്ട് കേരള പോലീസിനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. മാധ്യമപ്രവർത്തകർ നമ്മുടെ ഈ നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിലുണ്ടെന്നൊക്കെ അറിഞ്ഞു. തീർച്ചയായും, കാരണം അത് തന്നെയാണ് നവമി സൂചിപ്പിക്കുന്ന പോലെ സിദ്ദിഖിന് അനുകൂലമായ സമീപനമാണോ പോലീസ് സ്വീകരിക്കുന്നതെന്ന സംശയം സ്വാഭാവികമായി ഉയരാം. അതോടൊപ്പം നവമി, ഈ ആലുവ സ്വദേശിനിയായ നടി നൽകിയ പരാതിയില് ആ കേസിൽ പോലീസ് 2 പേരെ, അതായത് മുകേഷിനെയും ഇടവേള ബാബുവിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. 7 പേരാണ് പ്രതിപ്പട്ടികയിലുള്ളത്. മറ്റ് നടന്മാരുടെ ജയസൂര്യ, മണിയൻപിള്ള രാജു, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവരും ഈ പ്രതിപ്പട്ടികയിലുണ്ട്. അവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ശേഷം അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം ഉടൻ തന്നെ ഉണ്ടാകുമോ? ടോം, ഇതിൽ ജയസൂര്യയെയും മണിയൻപിള്ള രാജുവിനെയാണ് ഇനി വിളിപ്പിക്കേണ്ടത്. ഇത് രണ്ടും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് ആയതിനാൽ ചിലപ്പോൾ തിരുവനന്തപുരത്തെ അന്വേഷണ സംഘത്തിന് മുന്നിലായിരിക്കും ഇരുവരും ഹാജരാകുക. എന്തായാലും കൊച്ചിയിലെ അന്വേഷണ സംഘത്തിലെ ചുമതലയുള്ള പൂങ്കുഴലി കുറച്ചു ദിവസം അവധിയിലായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ തൽക്കാലം ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകില്ല എന്നാണ് മാധ്യമപ്രവർത്തകരോടായി പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് വൃത്തങ്ങളിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ നടി നൽകിയ പരാതി 4 പ്രധാനപ്പെട്ട നടന്മാരുൾപ്പെടെ സിനിമാ മേഖലയിലുള്ള 6 പേർക്കെതിരെയാണ് പരാതി. ഒരാൾ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, അങ്ങനെ 7 പേർക്കെതിരെയാണ് നടി ലൈംഗിക ആരോപണ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ മുകേഷിനെയും ഇടവേള ബാബുവിനെയും കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം വിട്ടയച്ചിരുന്നു. കാരണം ഇവർക്ക് മുൻകൂർ ജാമ്യമുള്ളതിനാൽ അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങളിലേക്കൊന്നും പോലീസിന് കടക്കാൻ കഴിയില്ല. ഇവർക്ക് മുൻകൂർ ജാമ്യമുണ്ട്. ഇനി ജയസൂര്യയുടെ മുൻകൂർ ജാമ്യമാണ് പരിഗണിക്കുന്നത്. ഒപ്പം മണിയൻപിള്ള രാജുവിന്റെയും മുൻകൂർ ജാമ്യം പരിഗണിക്കേണ്ടതുണ്ട്. എന്തായാലും ഒരു അന്വേഷണ സംഘം മൊത്തത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഈ നടന്മാർക്കെതിരായിട്ടുള്ള ലൈംഗിക ആരോപണ പരാതികളിലെല്ലാം SITയുടെ ഭാഗത്ത് നിന്ന് ഒരു തണുപ്പൻ പ്രതികരണമാണ്, അല്ലെങ്കിൽ ഒരു തണുപ്പൻ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. കാരണം ഈ തെളിവുകൾ ഏറെ ഉണ്ടെങ്കിൽ പോലും ഇവരെ അറസ്റ്റ് ചെയ്യുവാനോ വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനോ ഒന്നും അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല. ഇവർ ഹൈക്കോടതിയെ സമീപിക്കുന്നു, അല്ലെങ്കിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നു. ഹൈക്കോടതി നിന്നും ഒരു വിധി വന്നതിന് ശേഷം ഇവരിലേക്ക് ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ അറസ്റ്റ് എന്ന കാര്യങ്ങളിലേക്കൊക്കെ നടക്കുന്നു. സിദ്ദിഖിന് പോലെ സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മുകേഷിന്റെയും ഇടവേള ബാബുവിന്റെയും കാര്യം ഉണ്ടായിരുന്നത്. ഹൈക്കോടതി ഇവർ സമീപിച്ച് അനുകൂലമായിട്ടുള്ള നിലപാട് കിട്ടിയതിന് ശേഷമാണ് ഇവർ ചോദ്യം ചെയ്യാൻ പോലും ഈ പ്രതികളെ വിളിപ്പിക്കുന്നത്. എന്തായാലും ചന്ദ്രശേഖരനെയും 2 പ്രൊഡക്ഷൻ കൺട്രോളർമാരുണ്ട്. ഇവരെയും അടക്കം ഉടൻ തന്നെ ഈ ഹൈക്കോടതിയുടെ ഒക്കെ ഒരു നിലപാട് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഒരു മുൻകൂർ ജാമ്യം നിൽക്കുന്ന സാഹചര്യത്തിൽ അതിലൊരു ഉത്തരവ് വന്നതിന് ശേഷമായിരിക്കും ഇവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുള്ളൂ. അങ്ങനെ തന്നെയാണ് മറ്റ് 2 പേരിലും ഉണ്ടായത്. എന്തായാലും ഈ നടിയുടെ ഈ ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ പോലും ഈ പ്രതികളെ ഇപ്പോഴും കൃത്യമായി ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചിട്ടില്ല. ഇതിൽ മണിയൻപിള്ള രാജുവിന്റെയും ജയസൂര്യയുടെയും പരാതികൾ തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷനുകളിലാണുള്ളത്. തിരുവനന്തപുരം പരിധിയിലാണ്. അതുകൊണ്ട് അവിടെയുള്ള അന്വേഷണ സംഘമായിരിക്കും ഇവരെയും ചോദ്യം ചെയ്യുക. ടോം, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ആലുവ സ്വദേശിനിയായ നടിയുടെ
പരാതിയിൽ കേസെടുത്ത പോലീസ് 7 പേരാണ് പ്രതിപ്പട്ടികയിലുള്ളത്. 2 പേരുടെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന. അതിനിടെ സിദ്ദിഖിനെ, ബലാത്സംഗ കേസിൽ പ്രതിയായ സിദ്ദിഖിനെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തതിൽ വലിയ വിമർശനം ഉയരുന്നുണ്ട്. അതിനിടെ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. ഹൈക്കോടതിയുടെ വിധിക്കെതിരെയാണ്, ഉത്തരവിനെതിരെയാണ് സിദ്ദിഖ് ഹർജി നൽകിയിരിക്കുന്നത്. താൻ സിനിമാ സംഘടനകളുടെ ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ ഇരയാണ്, അമ്മയും ഈ WCC തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഇരയാണ് താനെന്ന വാദമാണ് സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ഉയർത്തിയിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ 2ാം ഘട്ട വിചാരണ നടപടികൾക്ക് തുടക്കമായി. കോടതിയുടെ വിസ്താര നടപടികൾ ആരംഭിച്ചു. നടൻ ദിലീപും പൾസർ സുനിയും ഉൾപ്പെടെയുള്ള പ്രതികൾ കോടതിയിൽ ഹാജരായി. അടച്ചിട്ട മുറിയിലാണ് വിചാരണ നടപടികൾ. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ആജ്ഞ, ചെറിയൊരു അനിശ്ചിതത്തിനൊടുവിലാണ് ഇപ്പോൾ 2ാം ഘട്ട വിചാരണ നടപടികൾ നടിയാക്രമണ കേസിൽ ആരംഭിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ പോലും ഇക്കാര്യത്തിൽ വലിയ വിമർശനമേൽക്കേണ്ടി വന്നതാണ് വിചാരണ കോടതിക്ക് ഈ 2ാം ഘട്ട വിചാരണ നടപടികൾ വൈകുന്നതിൽ. ഇന്ന് എന്താണ് കോടതിയിൽ സംഭവിക്കുന്നത്? ഈ കോടതിയുടെ വിചാരണ നടപടികൾ ആരംഭിച്ചപ്പോൾ ആരൊക്കെയാണ് ഇന്ന് കോടതിക്ക് മുൻപാകെ ഹാജരായിരിക്കുന്നത്? ടോം, പൾസർ സുനിയും ദിലീപും ഉൾപ്പെടെയുള്ള പ്രതികൾ ഇന്ന് 2ാം ഘട്ട വിചാരണ നടപടികൾക്ക് ഹാജരായിട്ടുണ്ട്. വിചാരണ നടപടികൾ, ഇന്നത്തെ വിചാരണ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. നാളെയും വീണ്ടും ഇവർ ഹാജരാകണമെന്ന് തന്നെയാണ് കോടതിയുടെ നിർദ്ദേശം. അടച്ചിട്ട മുറിക്കുള്ളിലാണ് വിസ്താരം നടന്നത്. അതുമാത്രമല്ല, ഇത് നേരത്തെ തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ സാക്ഷികളെ മാത്രമാണ് ഇതുവരെയും പൂർണ്ണമായും സാക്ഷിമൊഴി മാത്രമാണ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രതികളുടെ തന്നെ 2ാം ഘട്ട വിചാരണ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ കാര്യത്തിൽ സുപ്രീം കോടതി അതിതീവ്രമായിട്ട് തന്നെയാണ് ഈ വിചാരണ കോടതിയെ കഴിഞ്ഞ ദിവസം വിമർശിച്ചത്. അത് കാരണം പൾസർ സുനിയുടെ ജാമ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലൊരു വിചാരണ വന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 17-നാണ് പൾസർ സുനിക്ക് 7.5 വർഷത്തിന് ശേഷം ജാമ്യം അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കാരണം 2017 ഫെബ്രുവരിയിലാണ് നടി ആക്രമിക്കപ്പെടുന്നത്. ആ കാലഘട്ടം മുതൽ മാർച്ച് 10-ന് പൾസർ സുനി റിമാൻഡിലായതാണ്. ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് 7.5 വർഷക്കാലം അയാൾ ജയിലിൽ തന്നെ കിടന്ന സാഹചര്യം, ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സുപ്രീം കോടതി വിചാരണ കോടതിയെ ഇങ്ങനെ സാക്ഷി വിസ്താരത്തിനും അതുപോലെ പ്രതികളെ വിസ്താരം നീളുന്ന ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടി എന്തുകൊണ്ടാണ് ഇത്രയധികം കാലഘട്ടം ഇതിനെടുക്കുന്നത് എന്ന് ചോദിച്ചു അതിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇന്നലെ ഹൈക്കോടതി ദിലീപിനെ, അതായത് മെമ്മറി കാർഡ് ടാമ്പർ ചെയ്ത കേസിലെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള അതിജീവിതം നൽകിയ ഹർജിയിൽ ദിലീപ് കക്ഷി ചേരുന്ന ഒരു സാഹചര്യം. എന്തിനാണ്, അതായത് സർക്കാരിനില്ലാത്ത ജാഗ്രത ഇക്കാര്യത്തിൽ ദിലീപിന് എന്താണുള്ളത്? ദിലീപ് അതിൽ കേസിൽ കക്ഷി ചേരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ ദിലീപിന് താല്പര്യം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെയാണ് അതൊരു വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് ഹൈക്കോടതി ചോദിച്ചത്. കാരണം ഹൈക്കോടതി ഇന്നലെ ഈ ദിലീപ് കേസിൽ കക്ഷി ചേർന്നപ്പോൾ, മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കക്ഷി ചേർന്നപ്പോൾ സർക്കാരിനില്ലാത്തൊരു വേവലാതി, ഇല്ലാത്തൊരു എതിർപ്പ് എന്തിനാണ് 8ാം പ്രതിയായ ദിലീപിനെന്ന് ഹൈക്കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നു. ഏത് സാഹചര്യത്തിലാണ് ആജ്ഞ ദിലീപ് ഈ കേസിൽ ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതിക്ക് മുൻപാകെ കക്ഷി ചേരണമെന്ന ആവശ്യവുമായി രംഗത്തെത്താനുള്ള കാരണം? ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട്, അതായത് 3 തവണ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്ത സാഹചര്യമാണ് ഉള്ളതെന്ന് നമുക്കറിയാം. അത് പ്രത്യേകിച്ചും ഒന്ന് ജസ്റ്റിസ് ലീന ബഷീറിന്റെ കയ്യിലായിരുന്ന സാഹചര്യത്തിൽ, പിന്നെ ഒന്ന് ശിരസ്താറും മറ്റൊന്ന് കോടതി അസിസ്റ്റന്റുമാണ് ഇത് ടാമ്പർ ചെയ്ത സാഹചര്യം ഉണ്ടായതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെതിരെയാണ് അതിജീവിത കോടതിയിൽ പരാതി നൽകിയിട്ടുള്ളത്. വിചാരണ കോടതി ജഡ്ജിനെതിരെ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ആ ജഡ്ജിനെ മാറണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഹൈക്കോടതിയുടെ മുൻപാകെ ഈ കേസിരിക്കുന്നത് ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട്, ഈ കേസിലെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് തന്നെയാണ് അതിജീവിത ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആ കേസിൽ വിധി പറയാനിരിക്കെയാണ് ദിലീപ് കേസിൽ കക്ഷി ചേരുന്ന സാഹചര്യം ഉണ്ടായത്. അതെന്തുകൊണ്ടാണ്, അത് സർക്കാരിനില്ലാത്ത ഒരു ജാഗ്രത ഈ കേസിൽ ദിലീപ് എന്തിനാണ് കാണിക്കുന്നതെന്നാണ് ഹൈക്കോടതി ആരാഞ്ഞത്. ഈ വിചാരണ നടപടികൾ, 2ാം ഘട്ട വിചാരണ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടല്ലോ.
ഇത് അതിനൊരു സമയപരിധി സുപ്രീം കോടതി നിശ്ചയിച്ചിട്ടുണ്ടോ? ഇത്ര നാളിനുള്ളിൽ ഈ കേസിന്റെ നടിയാക്രമണ കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്നൊരു നിർദ്ദേശം വിചാരണ കോടതിക്ക് നൽകിയിട്ടുണ്ടോ? അത്തരത്തിലൊരു സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കണമെന്നൊരു നിർദ്ദേശമൊന്നും സുപ്രീം കോടതി വെച്ചിട്ടില്ല. പക്ഷേ ഈ കേസ് ഇങ്ങനെ അനിശ്ചിതമായി നീളുന്നതിനെ സുപ്രീം കോടതി അങ്ങേയറ്റം വിമർശനാത്മകമായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം 7.5 വർഷക്കാലമായി കേസിലെ മുഖ്യപ്രതിയാണ് പൾസർ സുനി. അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ച സമയത്ത് മാത്രമാണ് മണിക്കൂറുകൾ ഒന്ന് ജയിലിൽ വിമോചിതരായ അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ വിചാരണ ഇനിയും നീളാനുള്ള സാഹചര്യം ഏറെയാണ്. ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇത്ര അനിശ്ചിതത്തിൽ ഈ കേസ് പോകുന്നത് എന്ന് തന്നെയാണ് വിചാരണ കോടതിയോട് ചോദിച്ചത്. നിരവധി സാക്ഷികളെ അതായത് 200-ലധികം സാക്ഷികളെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതി വിസ്തരിച്ച സാഹചര്യം ഉണ്ടായത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ 7.5 വർഷത്തോളം ഒരു കേസ് കൊണ്ടുപോകുക, അതും കേരളത്തിലെ മലയാള സിനിമയെ പിടിച്ചു കുലുക്കിയ സാഹചര്യമുണ്ടായ നടി ആക്രമിക്കപ്പെട്ട കേസ്. അതിനുശേഷം നമുക്കറിയാം ഈ നടി ആക്രമിക്കപ്പെട്ട കേസിന് ശേഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാകുന്നത്. അതേ തുടർന്ന് ഇന്ന് നമ്മൾ കാണുന്ന അഡ്രസ്സ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളും സിനിമാ മേഖലയിലെ മലയാള സിനിമയിലെ എല്ലാ പ്രശ്നങ്ങളും ഈ സംഭവത്തെ തുടർന്നുണ്ടായതാണ്. ഇതെന്തുകൊണ്ടാണ് ഇത്ര അധിക കാലഘട്ടം നീട്ടിക്കൊണ്ടു പോയത് എന്ന് സുപ്രീം കോടതി അങ്ങേയറ്റം വിമർശനാത്മകമായി തന്നെയാണ് വിചാരണ കോടതിയെ ചോദിച്ചത്. അതിനുശേഷമാണ് പൾസർ സുനിക്ക് പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ സുപ്രീം കോടതിയിൽ ഈ ഒന്നാം പ്രതിയായ പൾസർ സുനി വാദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു. ദിലീപ് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ ദിവസങ്ങളോളം വിചാരണ ചെയ്യുന്ന അല്ലെങ്കിൽ ദിലീപിന്റെ അഭിഭാഷകൻ വിസ്തരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുള്ള സാഹചര്യമൊക്കെ എങ്ങനെ ഉണ്ടായി, സൃഷ്ടിക്കപ്പെട്ടു എന്ന ചോദ്യമൊക്കെ ഈ പൾസർ സുനിയുടെ ഭാഗത്തു നിന്നുണ്ടായതാണ്. ഇപ്പോൾ ഈ 2ാം ഘട്ട വിചാരണ നടപടികൾ ആരംഭിക്കുമ്പോൾ അതിൽ ഈ പ്രതിഭാഗത്തെ ചോദ്യം ചെയ്യുന്ന നടപടികളാണോ തുടക്കത്തിൽ ഉണ്ടാവുക? എന്താണ് ഇന്ന് കോടതിയുടെ ഈ നടപടിക്രമത്തിന്റെ ഭാഗമായി നടന്നത്? ടോം, ഇന്ന് പ്രതികളെ വിസ്തരിക്കുന്നതിന് 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നത്തെ ഒരു പ്രൊസീജിയർ കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നാളെ പ്രതികൾ വീണ്ടും ഹാജരാകണം. മാത്രമല്ല പ്രതികളെ 2ാം ഘട്ടം വിസ്തരിച്ചു തുടങ്ങിയുള്ളൂ. ഇത്ര കാലം ചെയ്തിരുന്ന വിചാരണ കോടതി ചെയ്തിരുന്ന സാക്ഷികളെ വിസ്തരിക്കുന്ന നടപടിക്രമങ്ങളായിരുന്നു പൂർത്തിയാക്കിയത്. പക്ഷേ സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അടുത്ത മാസം കേസിൽ അന്തിമ വിധി പറയാനിരിക്കെയാണ് ഇപ്പോഴും ഈ കേസ് പ്രതികളുടെ വിചാരണ, അതായത് 2ാം ഘട്ട വിചാരണ ഇനിയും തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക്, ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ പോകുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതി 87 ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് ദിലീപിന്റെ അഭിഭാഷകൻ വിസ്തരിച്ചത്. അത്തരം സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പൾസർ സുനിയുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര അധികം ഈ കേസിന് നീക്കുപോക്കില്ലാതെ തുടരുന്ന ഒരു സാഹചര്യം ഉള്ളത് എന്ന് സുപ്രീം കോടതി ചോദിച്ചിരുന്നു. പക്ഷെ സമയബന്ധിതമായി പൂർത്തിയാക്കണം എന്ന് സുപ്രീം കോടതി ഒരു നിർദ്ദേശം വെച്ചിട്ടില്ല. ടോം, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നടിയാക്രമണ കേസിൽ വിചാരണ കോടതിയിൽ 2ാം ഘട്ട വിചാരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. കേസിലെ 1ാം പ്രതി പൾസർ സുനിയും 8ാം പ്രതിയായ ദിലീപും ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നു. സ്പോട്ട് ലൈവിന് പോകുന്നത് മറ്റൊരു വിഷയത്തിലേക്കാണ്. പൂരം കലക്കൽ വിഷയത്തിൽ ADGPയുടെ റിപ്പോർട്ട് തള്ളി സർക്കാർ വീണ്ടും അന്വേഷണത്തിന്. DGP ഉന്നയിച്ച കാര്യങ്ങൾ അന്വേഷണം വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയുണ്ട്. ADGPക്കെതിരെയും അന്വേഷണം ഉണ്ടാവും. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിലാകും അന്വേഷണം വരികയെന്നാണ് സൂചന. BV അരുൺ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, ഈ പൂരം കലക്കൽ വിഷയവുമായി ബന്ധപ്പെട്ട് ADGPയുടെ റിപ്പോർട്ട് വലിയ വിവാദമൊക്കെ ആയതാണ്. ഇപ്പോൾ ഈ ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ മാത്രമാണോ വീണ്ടും ഇതൊരു അന്വേഷണത്തിന് നീങ്ങാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്, അതോ ഈ പ്രതിപക്ഷത്തിന്റെയും CPIയുടെയും ഒക്കെ സമ്മർദ്ദം ഇതിന് പിന്നിലുണ്ടോ? അരുൺ, ഏറ്റവും 5 മാസം മുമ്പാണ് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തോട് നിർദ്ദേശിക്കുന്ന സംസ്ഥാന പോലീസ് മേധാവിയാണ് അദ്ദേഹത്തിന് ആ ഉത്തരവ് കൈമാറുന്നത്. അത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല. എന്തുകൊണ്ട് റിപ്പോർട്ട് വൈകുന്നു?
അനിശ്ചിതമായ റിപ്പോർട്ട് വൈകുന്നത് ആരെ സംരക്ഷിക്കാനാണ്? ഇത് വലിയ വിവാദമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളർന്നു. അതിനിടയിൽ എം.ആർ. അജിത് കുമാർ RSSന്റെ രണ്ട് നേതാക്കളെ കണ്ടു എന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പുറത്തുവിട്ടു. അപ്പോഴും പൂരം കലക്കലുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും ആരോപണം നീങ്ങിയത്. പൂരം കലക്കൽ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു. പൂരം കലക്കിയത് BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നതിന് വേണ്ടിയായിരുന്നു, അതിൻ്റെ പശ്ചാത്തലമൊരുക്കുകയായിരുന്നു എന്ന വിമർശനം രാഷ്ട്രീയമായി ഉയർന്നു വന്നു. CPI വലിയ വൈകാരിക വിഷയമായി ഇത് ഏറ്റെടുത്തു. അവരുടെ സ്ഥാനാർത്ഥി, അവർക്ക് സംസ്ഥാനത്ത് ഏറ്റവും വലിയ ജയപ്രതീക്ഷ ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ അവരുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വരുമ്പോഴാണ് ഈ വിഷയം വീണ്ടും ചർച്ചയാകുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിലിടപെടുന്നു. എന്തുകൊണ്ട് റിപ്പോർട്ട് ഇതുവരെ നൽകിയില്ല, എന്തുകൊണ്ട് വൈകുന്നുവെന്ന് എം.ആർ. അജിത് കുമാറിനോട്, പോലീസ് മേധാവിയോട് ഈ അജിത് കുമാറിനോടും മുഖ്യമന്ത്രി ഓഫീസ് ചോദിക്കുന്നു. 24-ാം തീയതിക്കുള്ളിൽ സമർപ്പിക്കാൻ നിർദ്ദേശം, അന്ത്യശാസ്ത്രം രൂപത്തിലുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകുകയും ചെയ്യുന്നു. അതിനിടയിലാണ് 2 ദിവസം മുമ്പ് ഈ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് എം.ആർ. അജിത് കുമാർ സമർപ്പിച്ചത്. അതായത് ഈ ആരോപണം ഉയരുമ്പോൾ അന്ന് എം.ആർ. അജിത് കുമാറിനെതിരെ ആയിരുന്നില്ല ആരോപണം. പോലീസ് പൂരം കലക്കി രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ മാത്രമായിരുന്നു ആ ഘട്ടത്തിൽ. പക്ഷേ പിന്നീട് എം.ആർ. അജിത് കുമാറാണ് ഈ പൂരം കലക്കലിന് പിന്നിൽ ആരോപണം ശക്തമായി വന്നു. പക്ഷേ അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പൂർണ്ണമായും സ്വയം വെള്ളപൂശിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയും അല്ലെങ്കിൽ വീഴ്ചയുണ്ടെന്ന ആരോപണം പോലും അദ്ദേഹം കണ്ടിരുന്ന് അടിച്ചുകൊണ്ട റിപ്പോർട്ടാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ക്രമസമാധാന ചുമതലയുള്ള ADGP എം.ആർ. അജിത് കുമാർ നൽകിയത്. ആ റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ സംസ്ഥാന പോലീസ് മേധാവി അതിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചു. ഏറ്റവും പ്രധാനം, ആ റിപ്പോർട്ട് അപൂർണമാണ്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിമർശനങ്ങൾ, ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അത് പല കാര്യങ്ങളും ആ റിപ്പോർട്ട് പരാമർശിക്കുന്നില്ല. ADGP RSS കൂടിക്കാഴ്ചയിലെ പ്രധാനപ്പെട്ട ഒരു ആരോപണ വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അജിത് കുമാർ കണ്ടെന്ന് പോലും വയ്ക്കാത്ത ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. ചുരുക്കി പറഞ്ഞാൽ പൂർണ്ണമായും അജിത് കുമാറിനെ വെള്ളപൂശുന്ന ഒരു റിപ്പോർട്ടാണ് അദ്ദേഹം നൽകിയത്. മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ, BJPക്കെതിരെയൊക്കെ ആരോപണമുണ്ട്. തീർച്ചയായും അതുതന്നെയാണ്, അദ്ദേഹത്തെ വെള്ളപൂശുന്ന ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഇത് വലിയ രാഷ്ട്രീയ വിവാദമൊക്കെ ആയിട്ടുണ്ടല്ലോ അരുൺ. അതിനിടെ ഈ പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്, ഇതിലൊരു ജുഡീഷ്യൽ അന്വേഷണം വേണം. ഈ പൂരം കലക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ADGPയുടെ വഴിവിട്ട ഇടപെടലുകളിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. നേരത്തെ, അതായത് ADGP എം.ആർ. അജിത് കുമാറിനെതിരെ തുടക്കത്തിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ അന്ന് PV അൻവർ MLA ആവശ്യപ്പെട്ടതും ഇതേ കാര്യം തന്നെയായിരുന്നു, റിട്ടയർഡ് ജഡ്ജി ഈ വിഷയങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന്. പക്ഷേ അതിനുശേഷം നമ്മൾ കണ്ടതാണ് ഈ അന്വേഷണത്തിലെ അട്ടിമറികളൊക്കെ. അതായത് ADGPയെ, അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് പോലും മാറ്റിയില്ല, എന്നാൽ സർവീസിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട്. അത്തരമൊരു നീക്കം, ഈ പ്രതിപക്ഷം ഇത്തരം ഒരു ശക്തമായ ഒരു ആവശ്യവുമായി രംഗത്ത് വരുന്നുണ്ടല്ലോ. CPIക്ക് ഇതുപോലെ ഈ സമാനമായ ഒരു ആവശ്യമുണ്ടോ? ഇത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നൊരു ആവശ്യം CPI ഉയർത്തുന്നുണ്ടോ അരുൺ? ഏറ്റവും പ്രധാനം ഇതിൽ ഈ മുഖ്യമന്ത്രിക്ക് ലഭിച്ച റിപ്പോർട്ട് മുഖ്യമന്ത്രി ആഭ്യന്തര സെക്രട്ടറി കൈമാറുന്നു. ആഭ്യന്തര സെക്രട്ടറി അതിൽ അന്വേഷണം വേണം, ADGPക്കെതിരെ അടക്കം അന്വേഷണം വേണം, ഗൂഢാലോചന അന്വേഷണം എന്ന ശുപാർശ മുഖ്യമന്ത്രിക്ക് നൽകുന്നു. ഇനി അതിൽ സ്വാഭാവികമായ അന്വേഷണം ഉണ്ടാകും. ക്രൈംബ്രാഞ്ച് ADGP ആകും ഒരുപക്ഷെ ഈ കേസ് അന്വേഷിക്കുക, അജിത് കുമാറിന്റെ ഇടപെടലൊക്കെ അന്വേഷിക്കും. പക്ഷേ പ്രതിപക്ഷം അത് ഒരു മുഖവിലേക്ക് എടുക്കുന്നില്ല അത്തരമൊരു നീക്കം. കാരണം സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ വീണ്ടും ഇത് അട്ടിമറിക്കപ്പെടുമെന്ന ഒരു വിമർശനമാണ്, നിലപാടാണ് പ്രതിപക്ഷത്തിനുള്ളത്. അതുകൊണ്ടാണ് അവർ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നത്. നേരത്തെ K. മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. PV അൻവർ നേരത്തെ സമാനമായ ആവശ്യം ഉന്നയിച്ചതാണ്. വിശ്വസ്തമായൊരു അന്വേഷണം, പുറത്തുള്ള ഏജൻസി അന്വേഷണമാണ് പൊതുവിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്. CPI ഇതുവരെയും അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിട്ടില്ല. CPI ഉന്നതതല അന്വേഷണം, സ്വാഭാവികമായും ഉന്നതതല അന്വേഷണം ADGPയുടെ റിപ്പോർട്ടുമേൽ അന്വേഷിക്കേണ്ടത് സംസ്ഥാന പോലീസ് മേധാവിയോ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആളോ, അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ അന്വേഷണമാകും. അത്തരം അന്വേഷണമാകും വരിക. ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യം CPI മുന്നോട്ട് വയ്ക്കുന്നില്ല. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എം.ആർ. അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് സർക്കാർ തള്ളുകയാണ്, ആഭ്യന്തര സെക്രട്ടറി തന്നെ തള്ളുകയാണ്. മുഖ്യമന്ത്രിയും കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രി K. രാജന് വിഷയം ഉന്നയിച്ചപ്പോൾ ഇപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ നടക്കുകയാണ്. ആഭ്യന്തര സെക്രട്ടറി പരിശോധിക്കുകയാണ്. അതിനുശേഷം അന്വേഷണം വേണമെങ്കിൽ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അക്കാര്യം അപ്ഡേറ്റ് ചെയ്യാം, അതിൻ്റെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് മുഖ്യമന്ത്രി ഒടുവിൽ പറഞ്ഞത്. ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയും അന്വേഷണം വേണമെന്ന നിലപാടിൽ, എം.ആർ. അജിത് കുമാറിൻ്റെ ഇടപെടലടക്കം അന്വേഷിക്കണം. നിരവധി സംശയങ്ങൾ അന്ന് DGP ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് പൂരം നടത്തിപ്പിന് കൃത്യമായ ഒരു പ്രോട്ടോക്കോളുണ്ട്, സുരക്ഷാ പ്രോട്ടോക്കോളുണ്ട്. അത്
വർഷങ്ങളായി നടന്നു വരുന്ന രീതിയാണ്. അത് മറികടന്നുകൊണ്ട് പുതിയ ഒരു സുരക്ഷാ ക്രമീകരണം അവിടെ ADGP അവിടെ ക്യാമ്പ് ചെയ്ത് ഏർപ്പെടുത്തി. മാത്രവുമല്ല, അത് പിന്നീട് അന്വേഷിക്കപ്പെട്ട ഒരിടത്തും അത്തരം വിവരങ്ങൾ അദ്ദേഹം ഉൾപ്പെടുത്തിയില്ല. ADGP അവിടെ അദ്ദേഹം മൂകാംബികയ്ക്ക് പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങിയെന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്ത് ഈ സുരക്ഷാ ക്രമീകരണം വിലയിരുത്തി. ഈ പൂരവുമായി ബന്ധപ്പെട്ട സംഘർഷം ഉണ്ടാകുമ്പോൾ അദ്ദേഹം രാത്രി അവിടെ എത്തി. അത്തരം കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിൽ അദ്ദേഹം ഒളിച്ചു വച്ചിട്ടുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് ADGPയുടെ കൃത്യമായ ഇടപെടൽ സംബന്ധിച്ച്. അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം മറച്ചുവെച്ചു. ആ കാര്യങ്ങളിലേക്ക് കൂടി പുതിയ അന്വേഷണം പോകും. ഏതായാലും ഒരു ജുഡീഷ്യൽ അന്വേഷണം എന്ന ഇപ്പോഴത്തെ ആവശ്യവുമായി സർക്കാർ സഹകരിക്കാനിടയില്ല. കാരണം സർക്കാർ ഒരു അന്വേഷണം വൈകാതെ പ്രഖ്യാപിക്കും. അത് ഉന്നത അന്വേഷണം തന്നെയാണ്. തീർച്ചയായും അരുൺ, അതിന് മുൻപ് ഇന്ന് PV അൻവർ MLA വൈകിട്ട് 4 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അല്പസമയം മുമ്പ്, അതായത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അൻവർ ഫേസ്ബുക്കിലോട്ടൊരു പോസ്റ്റ് ഏറെ ശ്രദ്ധേയമാണ്. വിശ്വാസങ്ങൾക്കും വിധേയത്വത്തിനും താൽക്കാലികതയ്ക്കും അപ്പുറം ഓരോ മനുഷ്യനിലുമുള്ള ഒന്നാണ് ആത്മാഭിമാനം. അത് ഇത്തിരി കൂടുതലുണ്ട്. നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നാണല്ലോ. ഇന്ന് വൈകിട്ട് 4:30 മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നാണ് PV അൻവർ പറയുന്നത്. അതായത് പാർട്ടി തള്ളിപ്പറഞ്ഞു, പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും നീതി ലഭിച്ചില്ല എന്നൊരു ധ്വനി കൂടി അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടല്ലോ. 4:30 എന്തു പ്രതീക്ഷിക്കണം? തീർച്ചയായിട്ടും ആളിക്കത്തുന്ന ആരോപണങ്ങൾ തന്നെയാണ് PV അൻവർ സർക്കാരിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെതിരെ ഉന്നയിച്ചത്. അദ്ദേഹം ഓരോ ദിവസവും പുതിയ ആരോപണങ്ങളുമായി അങ്ങനെ കത്തി നിൽക്കുമ്പോൾ പെട്ടെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വരുന്നു. ആ വാർത്താ സമ്മേളനങ്ങളിൽ PV അൻവറിന് സ്വർണ്ണക്കടത്തുകാരുടെയും മലപ്പുറത്തെ ഹവാല ഇടപാടുകാരുടെയും ഏജന്റ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വിമർശനം മുഖ്യമന്ത്രി ഉന്നയിക്കുന്നു. അതോടുകൂടി തീ പതിയെ പുകയായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. പുകഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അൻവർ മാറുന്നു. പക്ഷേ അൻവർ ഇന്ന് പറയുന്നു, നീതി ലഭിക്കാത്തതിനാൽ താൻ തീയാകാൻ പോവുകയാണ്. എത്രത്തോളം ആ തീ ആളിക്കത്തും, അങ്ങനെയെങ്കിൽ എങ്ങനെയാകും അൻവർ ആളിക്കത്താൻ പോകുന്നത്? സ്വാഭാവികമായും മുഖ്യമന്ത്രിയാണ് ആദ്യം അൻവറിനെ തള്ളിപ്പറഞ്ഞത്, അൻവറിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത്, അൻവറിന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്ത്. അതിന് മറുപടി അദ്ദേഹം പറയുമോ? പാർട്ടി മിണ്ടരുതെന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കാൻ അദ്ദേഹം പാർട്ടി അംഗമല്ല. ഇടതുമുന്നണിയുടെ CPMന്റെ നിയമസഭാ കക്ഷിയിൽ ഒരു അംഗം മാത്രമാണ്. ഇടത് സ്വതന്ത്രനാണ്. അദ്ദേഹത്തിന് അങ്ങനെ പാർട്ടി തിട്ടൂരം അനുസരിക്കേണ്ട ബാധ്യതയുള്ളയാളല്ല. പക്ഷേ അദ്ദേഹം താൻ കമ്മ്യൂണിസ്റ്റാണ്, CPM ആണെന്ന് എപ്പോഴും പറഞ്ഞു നടക്കുന്നയാളാണ്. അങ്ങനെ പാർട്ടി പറഞ്ഞിട്ടും ആ ഒരു നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് അൻവർ പൊട്ടിത്തെറിക്കുമോ, തുറന്നു പറയുമോ, പുറത്തേക്കുള്ള വഴി തേടുമോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, PV അൻവറിന്റെ പശ്ചാത്തലം ഇടതു പശ്ചാത്തലമല്ല. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് രീതിയല്ല അവലംബിച്ചത്. അദ്ദേഹത്തിന് കോൺഗ്രസ് പശ്ചാത്തലമാണുള്ളത്. അദ്ദേഹത്തിന്റെ വഴി കോൺഗ്രസിന്റെ വഴിയാണ്. ആ വഴിയിലേക്ക് അൻവർ മടങ്ങിപ്പോകുമോ എന്ന് നമ്മൾ മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറി. ഇനി വന്ന വഴിയിലേക്ക് PV അൻവർ തിരിച്ചു പോകുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാതിലുകൾ അദ്ദേഹത്തിന് തുറന്നിട്ടുണ്ടാകുമോ എന്ന കാര്യമൊക്കെ അറിയണം. 4:30 അൻവറിന്റെ വാർത്താ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടതു മുന്നണിക്ക് അങ്ങനെ ഒരു MLA ഇല്ലാതാവുകയാണോ, അദ്ദേഹം രാജിവെച്ചാൽ സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പ് അവിടെ ഉണ്ടാകും. അത്തരം വഴിയാണോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇന്ന് UDFന്റെ അടിയന്തര നേതൃയോഗം ഓൺലൈനായി രാത്രി 8 മണിക്ക് ചേരുന്നുണ്ട്. സമീപകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് PV അൻവർ ഉയർത്തിവിട്ട ആരോപണം, PV അൻവറിന്റെ നിലപാട്, PV അൻവർ CPM ബന്ധം ഉപേക്ഷിക്കും, ഇടതുമുന്നണിയുടെ ബന്ധം ഉപേക്ഷിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കൂടി ഇന്നത്തെ അൻവറിന്റെ പ്രസ്താവന വാർത്താ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. UDF ഇന്നൊരു യോഗം വിളിച്ചത് കൂടി ഇതുമായി ഒരുപക്ഷെ ചേർത്ത് വായിച്ചു പോകേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ സമാനതകളില്ലാത്ത രാഷ്ട്രീയ മണിക്കൂറുകൾക്കാണ്, രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ മണിക്കൂറുകളാണ് വരാൻ പോകുന്നത്. 4:30 മണി വളരെ പ്രധാനപ്പെട്ടതാണ്. PV അൻവർ എന്തു പറയും? തീയായി ആളിക്കത്തുമോ, അല്ലെങ്കിൽ നേരത്തെ പോലെ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും നിർദ്ദേശം, CPM സംസ്ഥാന സെക്രട്ടറി നിർദ്ദേശം മാനിച്ച് അദ്ദേഹം മര്യാദാരാമനായി പാർട്ടി പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുമോ എന്ന കാര്യമൊക്കെ വരും മണിക്കൂറുകൾ അറിയാം. 4:30 അദ്ദേഹത്തിന്റെ വാർത്ത. അതുതന്നെയാണ് BV അരുൺ സൂചിപ്പിക്കുന്ന പോലെ ഇന്ന് വൈകിട്ട് 4 മണിക്ക് PV അൻവർ കത്തിക്കുന്ന തീ അത് ആളിക്കത്തുമോ അതോ കത്തി എരിയുമോ? 4 മണിക്ക് കാണാം. അതോടൊപ്പം ശിരൂരിൽ നിന്നുള്ള കണ്ണീർ കാഴ്ചകളുമുണ്ട്. അതിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. ശിരൂരിൽ നിന്നും കണ്ണീർ കാഴ്ചയാണ് ഇന്നും കാണാൻ കഴിഞ്ഞത്. പുഴയിൽ നിന്ന് കരക്കെത്തിച്ച ലോറിയിൽ നിന്ന് അർജുന്റെ മൊബൈൽ ഫോണും മകനായി വാങ്ങിയ കളിപ്പാട്ടവും ലഭിച്ചു. കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങളും ലോറിയിൽ നിന്ന് ലഭിച്ചു. മൃതദേഹം അർജുൻ്റെതെന്ന് ഉറപ്പിക്കാൻ DNA പരിശോധന തുടരുകയാണ്. മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. ഗംഗാവലിയിൽ കാണാതായ മറ്റ് 2 പേർക്കായുള്ള തെരച്ചിലും തുടരുകയാണ്.
അർജുന്റെ വാഹനം, അർജുന് തന്റെ ഇഷ്ടപ്പെട്ട ആ വസ്തു, അതായത് തന്റെ 2.5 വയസ്സുള്ള കുഞ്ഞുമകന് വാങ്ങിയ കളിപ്പാട്ടം ഉൾപ്പെടെ ഇപ്പോൾ തിരികെ നൽകിയിരിക്കുന്നു. എന്തായാലും ഇതെല്ലാം ഓർമ്മകളാണ്. ആ ഓർമ്മകളെല്ലാം കണ്ണാടിക്കലിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുക. എന്നാലും ജിതിൻ ഈ വൈകാരികമായ നിമിഷത്തിൽ ജിതിൻ ചേരുന്നു. ജിതിൻ എന്തൊക്കെ വസ്തുക്കളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്? നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് തന്റെ 2.5 വയസ്സുള്ള മകന് വേണ്ടിയ കളിപ്പാട്ടം. അതെ, അർജുന്റെ മകൻ അയൻകുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവായിരുന്നു. അതിന് ഫേവറേറ്റ് ആയതുകൊണ്ട് അർജുൻ അത് തിരിച്ച് ക്യാബിനിലേക്ക് തന്നെ അവൻ്റെ ഒരു അലങ്കാര വസ്തുവായിട്ട് അത് ക്യാബിനിൽ എപ്പോൾ ഉണ്ടാകുന്ന വാഹനമായിരുന്നു അത്. ഞാൻ ലാസ്റ്റ് തവണ കയറിയപ്പോഴും ആ വാഹനമൊക്കെ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴും മകന് അവൻ കൂടുതലും വാങ്ങിച്ചു കൊടുക്കുന്നത് ഈ തരത്തിലുള്ള ലോറി, അതിനോടനുബന്ധിച്ച വാഹനപരമായിട്ടുള്ള കളിപ്പാട്ടങ്ങളായിരുന്നു കൂടുതലും വാങ്ങിക്കൊടുക്കാറ്. തീർച്ചയായിട്ടും നമുക്ക് അവൻ്റെ 2 മൊബൈൽ ഫോൺ, വാച്ച്, അതടങ്ങിയ പിന്നെ മറ്റു ഡോക്യുമെൻറ്റ്സ്, മറ്റു പാത്രങ്ങളെല്ലാം, ഡ്രസ്സ് എല്ലാം, അവൻ്റെ അവസാനത്തെ ഉപയോഗിച്ച ഡ്രസ്സുകളെല്ലാം ലഭിച്ചു. ഇതൊക്കെ സംബന്ധിക്കുന്നത് വളരെ വളരെ നമുക്ക് ആശ്വാസകരം പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതെല്ലാം നമ്മളിനി ഓർമ്മയായി, അർജുന്റെ ഓർമ്മയായി കണ്ണാടിക്കലിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും അല്ലേ? തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മൾ കൊണ്ടുപോകും. എന്നാലും ഈ ലോറി, അർജുന്റെ പ്രിയപ്പെട്ട ലോറി, തന്റെ ഇഷ്ടപ്പെട്ട വസ്തുക്കളെല്ലാം തിരിച്ചു നൽകി എന്നതാണ് ഇവിടെ നിന്ന് നൽകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. KB ബൈജു, ന്യൂസ് 18, ശിരൂർ. KB ബൈജു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ശിരൂരിൽ നിന്ന്. ബൈജു, ഏറെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഇന്നും പ്രേക്ഷകർക്ക് മുന്നിൽ നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞത്. ഈ കുടുംബാംഗങ്ങൾ തിരികെ നാട്ടിലേക്ക് മടങ്ങിയോ? മൃതദേഹം എന്ന്, അതായത് എപ്പോൾ, ഏത് സമയത്ത് നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ, ജില്ലാ ഭരണകൂടം പറയുന്നത്? ടോമെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനതകളില്ലാത്ത ആ ദൗത്യം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇനി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള സംഘം ശിരൂരിൽ നിന്ന് മടങ്ങും. നമ്മൾ കാണിച്ച ആ വാർത്ത അത് തന്നെയാണ് ഏറ്റവും ഹൃദയത്തിൽ തൊടുന്ന വാർത്ത. ആ ലോറിയിൽ ഇത്തരത്തിൽ കളിപ്പാട്ടം, നമ്മളൊരു മാസം മുമ്പ് നൽകിയൊരു വാർത്തയാണത്. ഇത്തരത്തിലൊരു കളിപ്പാട്ടം ലോറിയുടെ ക്യാബിന് മുകളിൽ അത്തരത്തിലുണ്ട് എന്ന്. മറ്റൊരു ലോറി, ഇവരുടെ തന്നെ മറ്റൊരു ലോറിയിൽ പോകുന്ന ഒരാളാണ് ഇത് ഇത്തരത്തിൽ അർജുനെ വിളിക്കുകയും അർജുൻ അപ്പോൾ ഞാൻ കുറച്ച് കിടന്നുറങ്ങിയിട്ട് വരാമെന്ന് പറയുകയും ചെയ്യുന്നു. എനിക്ക് വിശ്രമിക്കണം, അതുകൊണ്ട് ആ സമയത്ത് ആ കളിപ്പാട്ടം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അദ്ദേഹമാണ് നമ്മോട് ആ കാര്യം പറഞ്ഞത്. ഇങ്ങനെ മകന് വേണ്ടിയുള്ള കളിപ്പാട്ടം കണ്ണാടിക്ക് മുൻപിൽ അതിന് ഉണ്ടായിരുന്നുവെന്ന്. അത് അതേപോലെ തിരിച്ചു കിട്ടിയെന്നാണ്. അതിൽ ഏതെങ്കിലും ഒരു കേടുപാട്, ഇത്രത്തോളം വലിയ ഒരു ദുരന്തമുണ്ടാകുമ്പോഴും അത് തിരിച്ച് അതേപോലെ തന്നെ ലഭിച്ചു എന്നാണ് അതിൽ ഏറ്റവും പ്രധാനം. അത് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഒപ്പം 2 മൊബൈൽ ഫോൺ ലഭിച്ചിട്ടുണ്ട്, മറ്റ് RC ബുക്ക്, വാഹനത്തിന്റെ RC ബുക്ക് ലഭിച്ചിട്ടുണ്ട്, അതുപോലെ വസ്ത്രം ലഭിച്ചിട്ടുണ്ട്. ഇത്തരം സാധനങ്ങൾക്കൊപ്പം ഈ അർജുൻ എപ്പോഴും ഈ ഭക്ഷണപ്രിയനാണ്. പലർക്കും ഇത്തരത്തിൽ ഭക്ഷണം വെച്ചു കൊടുക്കും, സുഹൃത്തുക്കൾക്കൊക്കെ ഭക്ഷണം വെച്ചു കൊടുക്കും. അതിനായി എപ്പോഴും പാത്രം കരുതും. ആ പാത്രങ്ങളൊക്കെ ലോറി ക്യാബിൻ കാത്തു സൂക്ഷിച്ച് ഇതെല്ലാം അർജുന് തിരിച്ചു കൊടുത്തു എന്നാണ് അതിൽ ഏറ്റവും പ്രധാനം. എന്തായാലും ആ ലോറി ഇത്രത്തോളം വലിയ അപകടത്തിൽപ്പെടുമ്പോഴും അതിന്റെ ക്യാബിൻ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ. ക്യാബിൻ അതിന്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം ഭദ്രമായി വെച്ച പോലെയാണ് നമുക്കത് കാണാൻ സാധിച്ചത്. അർജുൻ ഉൾപ്പെടെ പുറത്തേക്ക് പോകാത്ത രീതിയിൽ ആ ക്യാബിൻ ആ രീതിയിൽ അത് വെട്ടിപ്പൊളിച്ചാണ് അതിലുള്ള മറ്റ് വസ്തുക്കളൊക്കെ പുറത്തെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആ ക്യാബിനിൽ കൃത്യമായി എല്ലാ വസ്തുക്കളും പുറത്തെടുത്തു കഴിഞ്ഞു. ലോറി കരയിലേക്ക് എടുത്തു കഴിഞ്ഞു. അതിലൊരു മോതിരം, അർജുൻ സ്ഥിരമായി ധരിക്കുന്ന ഒരു മോതിരമുണ്ട്, അത് നഷ്ടപ്പെട്ടു, അത് കാണാനില്ല. അത് മാത്രമാണ് കുടുംബത്തിന് കിട്ടാതിരുന്നത്. ബാക്കി എല്ലാ വസ്തുക്കളും ലഭിച്ചു. എന്തായാലും ആ കളിപ്പാട്ടം നമുക്ക് കാണുമ്പോൾ 2.5 വയസ്സുള്ള തന്റെ മകൻ അലന് വേണ്ടി വാങ്ങിയ കളിപ്പാട്ടമാണ് അത്. പിന്നീട് അത് ലോറിയിൽ തന്നെ അർജുൻ സൂക്ഷിക്കായിരുന്നു. തന്റെ ഡ്രൈവിംഗ് സീറ്റിന് മുന്നിൽ അതെപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി അവിടെ വെച്ചിരുന്നു. അതിന് ഒരു കേടുപാടും കൂടാതെ ആ കളിപ്പാട്ടം ഉൾപ്പെടെ തിരിച്ച് നൽകി എന്നതാണ് തന്റെ പ്രിയപ്പെട്ട ലോറി. അത് തന്നെയാണ് അതിൽ ഏറ്റവും വ്യത്യസ്തമാവുന്നത്. എന്തായാലും ഗംഗാവലി പുഴ അത്രത്തോളം വലിയ അടിയൊഴുക്കും വലിയ തോതിലുള്ള
ആ മഴയും ഇതൊക്കെ ഉണ്ടായ ആ കാലാവസ്ഥയിലും 70 ദിവസത്തിലധികം ഇത്തരത്തിൽ 12 മീറ്റർ താഴ്ചയിൽ ഈ ലോറി ഇത്തരത്തിൽ കിടന്നപ്പോഴും അതെല്ലാം അതിൽ ഭദ്രം. ഇപ്പോൾ അർജുന്റെ ഒരു 80% ശരീരഭാഗങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ഇത് കാർവാറിലെ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികളിലൊക്കെ നാളെ ഉണ്ടാകും. എന്നാലും അധികൃതർ നൽകുന്ന വിവരം നാളെ വൈകിട്ടോടുകൂടി എല്ലാ ഈ DNA പരിശോധനാ ഫലം ഉൾപ്പെടെ ഉള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി വൈകിട്ടോട് തന്നെ നാട്ടിലേക്ക് മടങ്ങാനുള്ള സജ്ജീകരണങ്ങൾ അതാണിപ്പോൾ ഒരുക്കം നടത്തുന്നത്. കർണാടക സർക്കാരിന്റെ ചിലവിൽ കർണാടക സർക്കാരിന്റെ ആംബുലൻസിലായിരിക്കും കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് അർജുനെ കൊണ്ടുള്ള ഈ ശിരൂരിൽ നിന്നുള്ള അവസാന യാത്ര ആരംഭിക്കുക. അതിനൊപ്പം കർണാടക പോലീസിന്റെ അകമ്പടിയും ഉണ്ടാകും, വീട് വരെ ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും SP ഉൾപ്പെടെയുള്ള കാർവാർ SP ഉൾപ്പെടെയുള്ള സംഘം അർജുന്റെ വാഹനത്തിന് അനുഗമിക്കും. എന്തായാലും നമ്മളും ഉണ്ടാകും. അർജുനെ ഇവിടുന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൂടെ തന്നെ ഉണ്ടാകും. എന്തായാലും കഴിഞ്ഞ 70 ദിവസത്തോളമായി ഈ ദൗത്യം വലിയ തോതിലുള്ള പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ നിറഞ്ഞ ദൗത്യം അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എന്തായാലും കിടക്കുകയാണ്. നാളെ വൈകിട്ടോടുകൂടി നമ്മൾ ശിരൂരിൽ നിന്നും യാത്ര തിരിക്കും. തീർച്ചയായും KB ബൈജുവിനെ പോലെ നിരവധി മാധ്യമ പ്രവർത്തകർ ശിരൂരിൽ 2 മാസത്തിലധികമായി തമ്പടിച്ച മാധ്യമ പ്രവർത്തകർ, ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ, കർണാടക ഭരണകൂടം ഉൾപ്പെടെയുള്ളവരോട് ആ കുടുംബം നന്ദി പറയുന്നുണ്ട്. കാരണം അത്രയധികം ഒരു മലയാളികൾ കേരളത്തിന്റെ ഒന്നടങ്കം ഈ അർജുന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു വലിയ ജനതയുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനയുടെയൊക്കെ ഫലമായിട്ടാണ് അർജുന്റെ മൃതശരീരം അവിടെ നിന്നും മൃതദേഹം അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത്. ലോറി ഉടമ മനാഫിനും ചിലത് പറയാനുണ്ട്. താൻ 72 ദിവസമായി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ചാണ് മനാഫ് ഇന്ന് മാധ്യമങ്ങളോട് അദ്ദേഹത്തിന്റെ വേദന, വിഷമം പങ്കുവെച്ചത്. ഏറ്റവും പ്രധാനം അർജുനെ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് മനാഫ് പറയുന്നത്. എല്ലാവരോടും അർജുന്റെ കുടുംബം നന്ദി പറയുന്നു. സഹോദരി ഏറെ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത്. ഒരു ഘട്ടത്തിൽ കുറ്റം പറയുന്നത് അതിന്റെ ഒരു പാരമ്യത്തിലെത്തിനു. അതായത് താങ്ങാവുന്നതിലപ്പുറം കുറ്റങ്ങൾ കേൾക്കേണ്ടി വന്നു. പക്ഷെ ഏതൊരു ശക്തി നിരന്തരമായിട്ട് എന്നോട് പറഞ്ഞ് കൊണ്ട് നിന്നതാണ്, മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ട് നിന്നാണ് അർജുന് ക്യാബിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഞാൻ പലവട്ടം പറഞ്ഞതാണ്, അർജുന്റെ വാഹനം ഓവറായിട്ട് തകർന്നിട്ടില്ല. ഞാൻ പലവട്ടം പറഞ്ഞാണ്. തെരച്ചിലില്ലാത്ത സമയങ്ങളിൽ ഇവിടെ വാടകയ്ക്ക് വീടെടുത്തിട്ട് ഇവിടെ നിന്നും കൊണ്ട് ഡെയിലി എന്താക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല പ്രൈവറ്റ് ആയിട്ട് പല ഭാഗങ്ങളിൽ കൂടി തെരച്ചിൽ നടത്തിയിരുന്നു. കടലിൽ തെരഞ്ഞതാണ്. 8 ദിവസത്തോളം കണ്ടിന്യൂസ് ബോട്ട് വാടകയ്ക്ക് എടുത്തിട്ട് നമ്മള് കടല് മൊത്തം അരിച്ചു പെറുക്കിയതാണ്. അതേമാതിരി കടലിന്റെ അതേ സമയത്ത് തന്നെ കരയോ അരിച്ചു പെറുക്കിയതാണ്. മീൻസ് പുഴയിൽ ഈശ്വർ മലപ്പനെ എന്താ പറയാ ആ സമയത്ത് ആ അധികാരവും അറിയാതെ തന്നെ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ എന്താണ് പ്രയത്നിച്ചിട്ടാണ് എന്താക്കുന്നത് ഇന്റെ ഒരു സ്വന്തം നിഗമനത്തിൽ എത്തുന്നത്. അതായത് ഈ വണ്ടിക്ക് അധികം പരിക്ക് ഇല്ല എന്നുള്ളത്. പരിക്കറിയത് ചപ്പി പോവുള്ളൂ എന്നാണ് ഞാൻ ആദ്യമേ പറയുന്നത്. നമ്മളെ കൂടെ അന്ന് മുതൽ ഇതുവരെ നിന്ന എല്ലാ ആളുകൾക്കും നമ്മൾ ഓർക്കുന്നുണ്ട്. ഇന്നലെ നമുക്ക് പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥയിൽ നിങ്ങളെല്ലാവരും നമ്മളെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റിയൊരവസ്ഥയല്ല. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, 1ാം ഘട്ട തെരച്ചിലാണെങ്കിൽ അത് അവസാനിക്കുമ്പം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് പോയത്. അതിന്റെ ഇടയിൽ കുടുംബം നേരിട്ട ഈ വ്യാജ വാർത്തകൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് പേര് കൂടെ നിൽക്കുന്ന സമയത്താണെങ്കിലും വ്യാജ വാർത്തകളായിട്ട് നമ്മുടെ ഒരുപാട് പേര് വിഷമിപ്പിച്ചിട്ടുണ്ട്. യൂട്യൂബ് ചാനലുകൾ പലരും വലിയ രീതിയിൽ മൈലേജ് എടുത്തിട്ടുണ്ട്. നമ്മളെ അനിയന്റെ പേരിലുള്ള യൂട്യൂബ് ചാനല് കുടുംബത്തിന് ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല തരത്തിലുള്ള വ്യാജ വാർത്തകളും അതിലൂടെയൊക്കെ നമ്മൾ കടന്നു വന്ന് അർജുൻ ഞങ്ങൾക്കൊരൊറ്റ ഉത്തരം അറിയേണ്ടേ ഉള്ളൂ. നമ്മൾ അതായത് ഒരു സാധാരണ ആളുകൾ ഇത്രയും ആളുകളെ ഇടയിൽ കൂടെ ഇറങ്ങി നടക്കണം, എന്നിട്ട് നമ്മൾ മീഡിയന്റെ മുന്നിൽ പോയതും വീണ്ടും ഇതൊക്കെ ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് അർജുൻ എന്താ സംഭവിച്ചതെന്നുള്ളൊരൊറ്റ ഉത്തരം കിട്ടാനാണ്. ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കുറച്ച് വൈകിപ്പോയി. എന്നാലും നമുക്ക് എല്ലാവർക്കും അത്രയും പ്രതിസന്ധി നിറഞ്ഞൊരു സമയമായിരുന്നു. കാലാവസ്ഥയാണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ 2ാം ഘട്ട തെരച്ചിൽ നിർത്തിവെച്ചപ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഇനിയിപ്പോ MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട് അർജുന്റെ വീടിന് സമീപത്ത് നിന്ന്.
അനീഷ്, 72 ദിവസത്തോളം ആ കുടുംബം അനുഭവിച്ച, അർജുന്റെ പ്രിയപ്പെട്ടവർ അനുഭവിച്ച വേദന, അത് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അത്രയധികം വലിയ മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയ ഒരു കുടുംബം, ഈ ഒരു ദുരന്തത്തെയൊക്കെ ഇപ്പോൾ നേരിടാൻ മാനസികമായൊക്കെ തയ്യാറെടുത്ത് കഴിഞ്ഞു. കാരണം ഇതിലും വലിയ വേട്ടയാടലുകൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലെ പല രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ നേരിട്ടുകൊണ്ടാണ് അവരിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അർജുന്റെ മൃതദേഹം അത് നാളെ ഇവിടെ നാട്ടിലെത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ നാട്ടുകാരും കുടുംബാംഗങ്ങളും ഒക്കെ അർജുനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ടല്ലോ. അവരെന്താണ് ഈ ഒരു വലിയ നഷ്ടത്തെ എങ്ങനെയാണ് കാണുന്നത്? ടോം, 2-3 ഘട്ടങ്ങളായി വേണം നമുക്ക് ഈ കാര്യത്തെ കരുതാൻ. കാരണം ആദ്യം ഇങ്ങനെ ഒരു ഉരുൾപൊട്ടലുണ്ടായി എന്ന് അറിയുന്നു. ഈ ഉരുൾപൊട്ടലുണ്ടായ ശേഷം അർജുനെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഫോണിൽ വിളിച്ചപ്പോൾ റിങ് ചെയ്യുന്നു. പിന്നീട് ഈ ഒരു ആദ്യ പിടിച്ചുള്ള ഓട്ടമാണ്. ഈ കുടുംബം തങ്ങളുടെ ആളെ കാണാനില്ല എന്ന് പറയുന്നു. അതിനുശേഷം മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തറിയുന്നതിനെ തുടർന്ന് വലിയ ചർച്ചയായി സമൂഹത്തിൽ മാറുമ്പോൾ ഇവരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ശിരൂരിലേക്ക്, ഈ ദുരന്തം നടന്ന ഇടത്തേക്ക് പോകുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴുള്ള ഒരു പ്രതീക്ഷ 1-2 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിലൊക്കെ, അല്ലെങ്കിൽ 5 ദിവസം വരെയൊക്കെ ഈ ലോറിക്കുള്ളിൽ താമസിക്കാൻ അല്ലെങ്കിൽ തങ്ങാൻ കഴിയും എന്ന രീതിയിലേക്കുള്ള ചില വിലയിരുത്തലുകൾ വരുമ്പോഴും മണ്ണിനടിയിൽ എവിടെയോ കുരുങ്ങിക്കിടക്കുന്ന ഒരാൾ, അത്ഭുത കഥകളിലൊക്കെ പറയുന്ന പോലെ വീരപരമായ ഒരു രക്ഷപ്പെടലിലൂടെ അതിജീവനത്തിന്റെ ഒരു പുതിയ കഥയുമായി അർജുൻ പുറത്തേക്ക് വരും ജീവനോടെ എന്ന ഒരു പ്രതീക്ഷയായിരുന്നു ആദ്യ ദിനങ്ങളിൽ ഈ കുടുംബത്തിനും നാട്ടുകാർക്കുമൊക്കെ ഉണ്ടായത്. അതിനുള്ള ഒരു പ്രാർത്ഥനയിലും ഈ രക്ഷാ ദൗത്യം ഓരോ നിമിഷവും വൈകുമ്പോൾ, അല്ലെങ്കിൽ ഈ കർണാടക സർക്കാരിന്റെ രീതികളനുസരിച്ച് തെരച്ചിലിനായി മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോഴും അവിടെ എവിടെയോ മൺകൂണിക്കുള്ളിൽ അർജുനുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കൂന മാറ്റി അവിടെ പരിശോധന നടത്തണം എന്ന് തിടുക്കപ്പെട്ട് ആവശ്യപ്പെടുന്ന ഒരു കുടുംബത്തെയും മനാഫ് എന്ന ലോറിയുടമയും അതിനോടൊപ്പം നിൽക്കുന്ന നാട്ടുകാരെയുമാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടത്. എന്നാൽ ആദ്യ ദിവസങ്ങളിലെ തെരച്ചിലിൽ യാതൊരു പ്രയോജനവും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ, ഈ കാലാവസ്ഥ അങ്ങേയറ്റം പ്രതികൂലമായി മാറിയ ഒരു സാഹചര്യത്തിൽ 8 നോട്ട്സ് വരെ വേഗത്തിൽ പുഴയിലെ വെള്ളം താഴേക്ക് കുതിച്ചു പായുമ്പോൾ അതിനൊപ്പം ലോറി ഉണ്ടാകുമോ, ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടാകുമോ എന്ന ആശങ്ക ഒരു വശത്ത്. കാരണം ഈ വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകുന്ന ഇടമാണ്. അതുകൊണ്ട് കടലിലേക്ക് ഒഴുകിപ്പോയാൽ പിന്നീട് ലോറിയുടെ ഒരു ഭാഗം പോലും കിട്ടില്ല എന്ന് പറഞ്ഞ കാലം. അപ്പോൾ പ്രതീക്ഷകളുടെ തുരുത്തുകളെല്ലാം മാറിപ്പോയ, അകന്നുപോയ ഒരു സമയമായിരുന്നു. അതിനെ 2ാം ഘട്ടമെന്ന് വിശേഷിപ്പിക്കാം. പിന്നീട് ഈ വയനാട് ദുരന്തത്തെ പോലെയുള്ള ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് സംഭവിച്ച ശേഷവും പിന്നീട് വീണ്ടും തെരച്ചിലിന്റെ ഒരു സാധ്യതകൾ തേടുന്ന കുടുംബം. അപ്പോൾ കാലാവസ്ഥ അനുകൂലമാവുന്നു, വെള്ളത്തിന്റെ തോത് കുറയുന്നു, മഴ ആവർത്തിച്ചുണ്ടാകുന്ന മഴയ്ക്കൊരു നേരിയ മാറ്റം വരുന്നു. അപ്പോൾ വീണ്ടും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിനായി സന്നാഹങ്ങളെ ഒരുക്കാൻ എല്ലാ അധികൃതരുടെയും പിന്നാലെ വാതിലുകൾ മുട്ടി നടക്കുന്ന ഒരു കുടുംബത്തെ കാണുന്നു. ഒപ്പം ഈ കുടുംബം ഓരോ തവണ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അത് നമ്മളും വളരെ സജീവമായി തന്നെ ഈ വിഷയം നിർത്തുന്നു. നമ്മുടെ കാസർഗോഡ് റിപ്പോർട്ടർ കെ ബൈജു ഒക്കെ മഴയിലും മഞ്ഞിലും തണുപ്പിലും ഒക്കെ ദിവസങ്ങളോളം നിന്നാണ് ഈ കുടുംബത്തിന്റെ ഒരു കൂടപ്പിറപ്പിനെ പോലെ നിന്നാണ് അർജുന് വേണ്ടിയുള്ള തെരച്ചിലിൽ അവരുടെ ഒരു പങ്ക് വഹിക്കുകയും സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് പോലും മാധ്യമപ്രവർത്തകർ ഒരു പങ്ക് വഹിച്ച ഒരു സമയം. ഇങ്ങനെ 2-3 ഘട്ടങ്ങളിലായി ആ കുടുംബം പോയ സാഹചര്യത്തെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ആദ്യത്തെ 2 ഘട്ടം കഴിഞ്ഞ് 3ാമത്തെ ഘട്ടത്തിൽ എത്തുമ്പോഴും ഈ തെരച്ചിലിൽ ഒരു പൂർണ്ണ ഫലപ്രാപ്തി ലഭിക്കുമോ എന്ന സന്ദേഹങ്ങൾ പല സ്ഥലത്തു നിന്നും ഉയർന്നിരുന്നു. കാരണം ഈ പൊതുഖജനാവിൽ നിന്നും കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിയാണ് ഇങ്ങനൊരു ആൾക്ക് വേണ്ടിയുള്ള ഒരു തെരച്ചിൽ നടത്തുന്നത്. ഇതിനെ ഒരു മിഷൻ ഇമ്പോസിബിൾ, അതായത് നടക്കാൻ ഇടയില്ലാത്ത അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു ദൗത്യമെന്ന് പോലും വിശേഷിപ്പിച്ച ആളുകളെയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കണ്ട്. അതിന് പറയുന്നത് പുത്തുമല ദുരന്തത്തിലും വയനാട് ദുരന്തത്തിലുമൊക്കെ കാണാതായ ആളുകളെ ഇപ്പോഴും അവർക്ക് ലഭിക്കാതെ വന്ന സാഹചര്യത്തിൽ, പെട്ടിമുടിയിൽ ഉരുൾപൊട്ടി താഴേക്ക് ഒലിച്ചു പോയപ്പോൾ കാണാതായ ആളുകളെക്കുറിച്ചൊക്കെ പറഞ്ഞാണ് പലപ്പോഴും ഈ മിഷനെ, ഈ ദൗത്യത്തെ ഒരു നിസാരവൽക്കരിക്കുന്ന ശ്രമം നടത്തിയത്. അപ്പോഴും അവരുടെ കുടുംബം അടിയുറച്ച് വിശ്വസിച്ചിരുന്നു ഈ മണ്ണ് മാറ്റുമ്പോൾ, അല്ലെങ്കിൽ ഈ ജലപ്പരപ്പിനുള്ളിലെ മൺകൂനയ്ക്കുള്ളിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവൻ കാണും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. എന്തായാലും ആ പ്രതീക്ഷ അക്ഷരം പ്രതി കൃത്യമായിരിക്കുന്നു എന്നാണ് നമുക്ക് ഇന്നലെ ആ
ലോറി ഉയർത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു മനുഷ്യൻ ഒരു വാഹനത്തിനുള്ളിൽ എങ്ങനെ വിശ്രമിക്കുമോ അതേ രീതിയിൽ തന്നെ അതോടുകൂടി തന്നെ താഴേക്ക് പതിക്കുന്ന ആ ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും വീണ്ടെടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് അയാൾ തന്റെ കുട്ടിക്കായി വാങ്ങിക്കൊണ്ടുവന്ന കളിപ്പാട്ടങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സാധന സാമഗ്രികളും ഒരു പോറൽ പോലും ഏൽക്കാതെ അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയ ഒരു സാഹചര്യം. അങ്ങനെ ആ കുടുംബവും ആ ലോറി ഉടമയും ഒക്കെ പറഞ്ഞ് ഇടത്ത് തന്നെ തെരച്ചിൽ നടത്തിയപ്പോൾ ആ ലോറി കണ്ടെത്താൻ കഴിയുന്നു. ഒരുപക്ഷെ ലോറി മാത്രമാണ് കണ്ടെത്തിയത്. അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ വീണ്ടും അനിശ്ചിതത്തിലാവേണ്ട ഒരു ദൗത്യമായി മാറിയിരിക്കാവുന്ന ദൗത്യം. പക്ഷെ അത് ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. അത് പോസിറ്റീവായാണോ അല്ലെങ്കിൽ ഒരു ശുഭകരമായ പര്യവസായിയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയും. പക്ഷേ മറുവശത്ത് പരിശോധിക്കുമ്പോൾ അതൊരു ഇങ്ങനെ മാത്രമേ ഇത് അവസാനിക്കാൻ കഴിയൂ എന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം ഈ തെരച്ചിൽ നടത്തി ലഭിക്കാതെ വരുമ്പോൾ അനിശ്ചിതമായ ഒരു ദൗത്യമായി മാറുമ്പോൾ ആശ്വാസകരമാണ്. കാരണം അവസാനം അവർ ആവശ്യപ്പെട്ടതും ആഗ്രഹിച്ചതും അർജുന്റെ മൃതദേഹാവശിഷ്ടങ്ങളും എങ്കിലും ലഭിക്കണമെന്നായിരുന്നല്ലോ. ഇപ്പോൾ ആരൊക്കെയാണ് അനീഷ് വീട്ടിലുള്ളത്? കാരണം ഇന്നലെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രമുഖരൊക്കെ അവിടെ എത്തിയിരുന്നു. ഇപ്പോൾ വീട്ടിൽ കുടുംബാംഗങ്ങൾ ആരൊക്കെയുണ്ട്? നാളെ മൃതദേഹം എത്തിക്കുമെന്ന് പറയുന്നു. ഈ സംസ്കാര ചടങ്ങുകളും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ലഭ്യമാണോ? എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ എന്നൊക്കെ? ടോമോ അദ്ദേഹത്തിന്റെ സഹോദരിമാരും അമ്മയും അച്ഛനും അടക്കമുള്ള ആളുകളാണ് ഈ വീട്ടിലുള്ളത്. ഒരു സഹോദരനും ജിതിനും ബന്ധുവും കൂടിയാണ് സ്ഥലത്തു നിന്നും ശിരൂരിലേക്ക് പോവുകയും അവിടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് നാളെ വൈകിട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഭൗതിക അവശിഷ്ടം കുടുംബത്തിന് ലഭിക്കുമെന്നാണ്. അതിനുശേഷം ഏതാണ്ട് 10-12 മണിക്കൂർ യാത്ര ഉണ്ട് ശിരൂരിൽ നിന്നും സഞ്ചരിച്ച് കാർവാറിൽ നിന്നും സഞ്ചരിച്ച് ഈ കോഴിക്കോട്ടെ കണ്ണാടിക്കൽ എന്ന സ്ഥലത്ത് എത്താൻ. ഈ ആംബുലൻസിലാണ് കൊണ്ടുവരുന്നത്. ഒപ്പം പോലീസ് അകമ്പടി, കർണാടക പോലീസിന്റെ അകമ്പടിയുണ്ട്. പൂർണ്ണ ചെലവുകൾ കർണാടകം വഹിക്കുമെന്ന് ഇതിനകം അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ എസ്കോർട്ടോടുകൂടി അകമ്പടിയോടുകൂടിയൊക്കെ വന്നാലും ഏതാണ്ട് 8 മുതൽ 10 മണിക്കൂറൊക്കെ ചുരുങ്ങിയത് വേണ്ടിവരും. അങ്ങനെയാണെങ്കിൽ നാളെ വൈകുന്നേരം അവിടെ നിന്നും പുറപ്പെട്ടാൽ മറ്റന്നാൾ പുലർച്ചെ ആവും ആ ഭൗതികാവശിഷ്ടങ്ങൾ ഇവിടെ ഈ കണ്ണാടിക്കലെ വീട്ടിലെത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അന്ന് തന്നെ ഉച്ചയ്ക്കുള്ളിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുന്നുള്ള രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ഈ വീട്ടിൽ ഉള്ളത്. വീടിന്റെ പിൻവശത്തുള്ള ഒരു ചെറിയ സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് ഈ സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. അവിടെ ഇനിയും മതപുരോഹിതർ വന്നൊക്കെ ആ സ്ഥാനം നിശ്ചയിക്കുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നാണ് കുടുംബം നേരത്തെ അറിയിച്ചത്. എന്തായാലും അതിനുള്ള നടപടിക്രമങ്ങൾ ആ വശത്ത് പുരോഗമിക്കുകയാണ്. എന്തായാലും നാളെ വൈകുന്നേരം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ശിരൂരിലേക്ക് വീണ്ടും പോകുന്നു. KV ബൈജു ചേരുകയാണ്. ബൈജു, ഇന്ന് മറ്റ് 2 മൃതദേഹങ്ങൾ, മറ്റ് 2 പേരെ കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുന്നുണ്ട്, വീണ്ടും നടക്കുന്നുണ്ട്. എത്ര ദിവസം കൂടി ഡ്രഡ്ജർ അവിടെ ഉണ്ടാകും? മാത്രമല്ല അതോടൊപ്പം അറിയേണ്ടത് ഇന്ന് അർജുന്റെ മറ്റു ചില ശരീരഭാഗങ്ങൾ കൂടി ലഭിച്ചുവെന്നാണല്ലോ. പൂർണ്ണമായും ഈ അർജുന്റെ ശരീരഭാഗം പൂർണ്ണമായും അവിടെ നിന്ന് ലഭ്യമായിട്ടുണ്ടോ ബൈജു? ടോമെ, ഈ ജഗന്നാഥിനും ലോകേഷിനും വേണ്ടിയുള്ള തിരച്ചിൽ അത് തുടരും എന്ന് തന്നെ കഴിഞ്ഞ ദിവസം കാർവാർ MLA വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നും അവർക്കായുള്ള തിരച്ചിൽ ഗംഗാവലിപ്പുഴയിൽ നടക്കുന്നുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ആ ക്യാബിനകത്ത് നിന്നും അർജുന്റെ ഒരു കൈയുടെ അസ്ഥിയാണ് കിട്ടിയത്. ആ മൊബൈൽ ഫോണും മറ്റും കിട്ടുന്നതിനോടൊപ്പം തന്നെ ഒരു അസ്ഥി കൂടി ഇന്ന് ആ ക്യാബിൻ പൊളിച്ചപ്പോൾ അതിൽ നിന്നും ലഭിച്ചു. ഏതായാലും 80% ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 2 പേരെ കൂടി കാണാതായ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ DNA പരിശോധന നിർബന്ധമാക്കിയത്. കാരണം നാളെ ഏതെങ്കിലും തരത്തിൽ അതൊരു നിയമപ്രശ്നം ആകരുത് എന്നുള്ളതുകൊണ്ടാണ് കൃത്യമായി അത് DNA സാമ്പിൾ ശേഖരിച്ച് മംഗളൂരു ലാബിൽ നിന്നും ആ പരിശോധന ഫലം വന്നതിന് ശേഷം മാത്രം ഈ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുന്ന നടപടികളിലേക്ക് കടക്കുന്നത്. കാരണം അത് പിന്നീട് അതൊരു പ്രശ്നം ആവും, നിയമപ്രശ്നമാകാതിരിക്കാൻ വേണ്ടിയാണ്. എന്തായാലും ഉചിതമായ യാത്രയപ്പ് തന്നെ അവസാനമായി ഈ അർജുന് ഉണ്ടാകും. അത് കർണാടക സർക്കാരായാലും കേരളത്തിലായാലും
ഈ ലോറി ഓണേഴ്സ് അസോസിയേഷനൊക്കെ വലിയ തോതിൽ ഓരോ ഇടങ്ങളിലും അർജുന്റെ മൃതദേഹം അത്തരത്തിൽ കടത്തിവിടാനും മറ്റും സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ തോതിൽ ജനങ്ങളുടെ ഒക്കെ ആ കാഴ്ചകൾ അതോടുകൂടിയായിരിക്കും ഇങ്ങനെ ഇത്തരത്തിൽ ആംബുലൻസ് പുറപ്പെടുക. നാളെ വൈകിട്ട് പുറപ്പെട്ടാൽ രാത്രി യാത്രയാകുമ്പോൾ വലിയ തോതിലുള്ള ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. അത് മാത്രമല്ല, കേരളത്തിൽ നിന്നും കാസർഗോഡ് മുതൽ ഈ കണ്ണാടിക്കൽ വരെ ഈ വഴി ക്ലിയർ ചെയ്യാൻ മറ്റുമായി ഈ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള നിരവധി ക്ലബ്ബുകൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അത്തരത്തിൽ ജിതിനും അതുപോലെ തന്നെ അഭിജിത്തും ഈ ആംബുലൻസിൽ തന്നെ അർജുനൊപ്പം തന്നെ വീട്ടിലേക്ക് കണ്ണാടിക്കലിലേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും നാളത്തെ ആ DNA പരിശോധനാ ഫലം ലഭിച്ചാൽ പിന്നീട് വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. അത് തന്നെയാണ് SP-യും കലക്ടറും ഒക്കെ അറിയിച്ചത്. ഏതായാലും SP നേരിട്ട് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് ഈ ആംബുലൻസിനൊപ്പം തന്നെ അകമ്പടിയായി വരുന്നുണ്ട്. കൂടാതെ കൂടുതൽ പോലീസ്, കർണാടക പോലീസ് ഒക്കെ ഉണ്ടാകും. എന്തായാലും അത്തരത്തിൽ അർജുനൊരു യാത്ര ഇപ്പോൾ തന്നെ ഈ ശിരൂരിൽ നിന്നും നൽകിയാണ്. നമ്മളും ഇവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. 2 മാസത്തിലധികമായുള്ള ദൗത്യം അത് പൂർത്തിയാക്കിയിരിക്കുന്നു. ഏതായാലും നമ്മൾ ദിവസവും ചോദിക്കുന്നതാണ്, അർജുൻ എവിടെ, അർജുന്റെ ലോറി എവിടെ? ആ ചോദ്യത്തിന് ഒരു ഉത്തരമായിരിക്കുന്നു. അത് മാത്രമല്ല, ആ ക്യാബിനകത്ത് അർജുന്റെ മൃതദേഹം, അത് കൃത്യമായി ആ മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. ഏതായാലും അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ മൃതദേഹം ലഭിക്കാത്ത ഒരു സാഹചര്യം വന്നാൽ അത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സങ്കടമാവും. എന്തായാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി വലിയ പ്രതിസന്ധിയും വെല്ലുവിളിയും ഒക്കെ ഈ റിപ്പോർട്ടിങ്ങിനിടെ ഉണ്ടായിരുന്നു. ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വന്നു. പല തരത്തിലുള്ള ഈ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അവർക്കെതിരെ നമ്മൾ ശബ്ദിക്കേണ്ടി വന്നു. ഏതായാലും അത്തരത്തിൽ നമുക്ക് ഏതായാലും ഒരു അഭിമാനമുണ്ട്. ഈ കുടുംബത്തിന് അറിയണമായിരുന്നു എവിടെയാണ് അർജുൻ, എന്ത് സംഭവിച്ചു അർജുൻ എന്ന്. ആ കാര്യത്തിൽ ഒരു ഉത്തരം ലഭിച്ചിരിക്കുന്നു. ബൈജു ഉൾപ്പെടെയുള്ളവരുടെ ശബ്ദം മുഴങ്ങിയത് കൊണ്ടാണ് ഈ അർജുന് വേണ്ടിയുള്ള ഈ അന്വേഷണം, തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കാൻ കാരണമായത് തന്നെ. എന്തായാലും ഈ അർജുന്റെ പ്രിയപ്പെട്ടവർ അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ടവനെ, അർജുനെ അവസാനമായി കാണുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. കൊച്ചി പള്ളുരുത്തിയിൽ നിന്ന് 2 മാസം മുൻപ് കാണാതായ ആദം ജോ ആന്റണിയുടെ തിരോധാനം അന്വേഷിക്കാൻ പ്രത്യേക സംഘം. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. 5-അംഗ സംഘത്തിന് ആണ് അന്വേഷണ ചുമതല. ജൂൺ 28-ന് പുലർച്ചെയാണ് ആദത്തെ കാണാതായത്. സൈക്ലിങ്ങിനായി വീട്ടിൽ നിന്ന് പോയതാണ് 20-കാരൻ. നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. നവമി, കഴിഞ്ഞ 2 മാസത്തിലധികമായി ആദത്തെ കാണാനില്ല. എവിടെയാണെന്ന് പോലീസ് പലയിടത്തും അന്വേഷിച്ചു, യാതൊരു സൂചനയുമില്ല. ഈ കുടുംബത്തിന് പ്രതീക്ഷയുണ്ടോ? പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതോടെ ഈ ആദത്തെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? ടോം, ആദത്തിന്റെ മാതാപിതാക്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് പോലീസിന് ആദത്തെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ്. ജൂലൈ 28-ാം തീയതി പുലർച്ചെ 3 മണിക്കാണ് പള്ളുരുത്തിയിലെ വീട്ടിൽ നിന്നും സൈക്ലിങ്ങിനായി ആദം പോയത്. ആദം അവസാനം ഈ കൊച്ചി തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഭാഗത്തു കൂടി കടന്നു പോകുന്ന CCTV ദൃശ്യങ്ങളാണ് അവസാനമായി കണ്ടെത്തിയത്. പക്ഷെ അതിനുശേഷം ആദം എങ്ങോട്ട് പോയി എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് പിന്നാലെ ആദം പോകാൻ സാധ്യതയുള്ള എല്ലാ ഭാഗത്തെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. പക്ഷെ അവിടെ എങ്ങും ആദത്തെ കണ്ടെത്തിയിട്ടില്ല. കൊച്ചിയിലെ ഏതെങ്കിലും ഭാഗത്ത് ആദത്തിന്റെ സൈക്കിൾ ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തിയില്ല. അപ്പോഴാണ് ഈ ദുരൂഹത തുടരുന്നത്. പിന്നെ എവിടേക്കായിരിക്കും ആദം പോയതെന്ന് വളരെയേറെ അന്വേഷണം ഈ കൊച്ചിക്ക് പുറത്തുമൊക്കെ ആയിട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് ഇന്നലെ തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഒരു 5-അംഗ സംഘത്തെ രൂപീകരിക്കാൻ തീരുമാനമെടുത്തത്. ഈ ഒരു 5-അംഗ സംഘത്തിൽ മട്ടാഞ്ചേരി ACP PB കിരൺ, പള്ളുരുത്തി ഇൻസ്പെക്ടർ ഗിരീഷ് കുമാർ എന്നിവരടങ്ങുന്ന 5-അംഗ സംഘമാണ്. ഇവരുടെ നേതൃത്വത്തിലുള്ള ഒരു 5-അംഗ സംഘത്തെയാണ് രൂപീകരിച്ചത്. ഇനി ഈ 5-അംഗ സംഘമായിരിക്കും വിപുലമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ ആദം ഫോൺ എടുത്തിട്ടില്ല. അതേ സാധാരണ മാതാപിതാക്കൾ പറയുന്നുണ്ട്, സാധാരണ ഈ സമയങ്ങളിൽ ആദം സൈക്ലിങ്ങിന് പോകുന്നതാണ്. പക്ഷെ അത് പലപ്പോഴും പോകുന്നത് 5 മണിക്കോ 5:30, 4 മണി സമയങ്ങളിലാണ്. പക്ഷെ 3 മണിക്ക് എഴുന്നേറ്റ് ആദം സൈക്ലിങ്ങിന് പോകുന്നത് ആദ്യമായിട്ടാണ്. അതിലവർക്ക് ചിലൊരു ദുരൂഹതയുണ്ട്. മറ്റൊന്ന്, ആദം പോകുന്ന സമയത്ത് പേഴ്സോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ ഒന്നും തന്നെ കയ്യിലെടുത്തിട്ടില്ല. ഡ്രസ്സുകളൊന്നും കയ്യിലെടുത്തിട്ടില്ല. പതിവിന് വിപരീതമായി കയ്യിൽ വാച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ
യാതൊരു വിധത്തിലുള്ള ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ പണമോ ഒന്നും തന്നെ പോയിട്ടില്ല ആദം എന്നുകൂടി മാതാപിതാക്കൾ പറയുന്നുണ്ട്. ഒപ്പം മാതാപിതാക്കളുമായിട്ടോ സുഹൃത്തുക്കളുമായിട്ടോ യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. സുഹൃത്തുക്കളും മാതാപിതാക്കളും ഇത് പോലീസിനെ അറിയിക്കുകയും ചെയ്തു. പിന്നെ എങ്ങോട്ടാണ് ആദം പോയതെന്നതിൽ ഇപ്പോഴും ഉത്തരമില്ല. പഠിക്കാൻ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ്. ഈ കാണാതാകുന്നതിന്റെ തലേ ദിവസം കൂടി സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു ഇനി മുതൽ ഈ ഈവനിങ് ഗ്രൗണ്ടിലിരുന്ന് കൂട്ടുകാരുമൊക്കെയായി സംസാരിക്കുന്ന ഒരു സ്വഭാവം ആദത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇനി മുതൽ ഈവനിങ് താൻ ഉണ്ടാകില്ല, തനിക്ക് കുറച്ച് പഠിക്കാനുണ്ട് എന്ന് കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. CA പഠനം പൂർത്തിയാക്കിയതിനു ശേഷം CAയുടെ പ്രിലിമിനറി ലിസ്റ്റിൽ ആദമുണ്ട്. അതിനുശേഷം ഈ PSC അതിന്റെ ഒരു ബാക്കിയുള്ള എക്സാമിനൊക്കെ ഒരു കാലതാമസം ഉള്ളതിനാൽ PSCക്കുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് തന്നെയാണ് ആദം പഠിക്കുന്നതും. പക്ഷേ എന്താണ് ആദത്തിന് സംഭവിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പിന്നീട് ഏത് ഭാഗത്തേക്കാണ് ആദം പോയതെന്നും അറിയില്ല. ഇതിനിടയിൽ അച്ഛന് ഒരു വിവരം ലഭിക്കുകയുണ്ടായി. ഒരു പെട്രോൾ പമ്പിൽ ആദത്തിനെ കണ്ടതായുള്ള ഒരു വിവരമുണ്ട്. പക്ഷെ അവിടുത്തെ CCTVയിൽ അത് കൃത്യമായിട്ടില്ല. കാരണം അത് ഒരുപാട് നാളുകൾക്ക് ശേഷം ആണ് ആദത്തിനെ കണ്ടു എന്നുള്ളൊരു വിവരം ഈ പെട്രോൾ പമ്പിലെ ജീവനക്കാരി ആദത്തിന്റെ അച്ഛനോട് പറയുന്നത്. പക്ഷെ അവർ അപ്പോഴും പറയുന്നു ഉറപ്പില്ല. ഈ കറുത്ത വസ്ത്രം ധരിച്ചു, അതായത് ഈ അവസാന നിമിഷം ആദമിനെ കാണാതാകുന്ന സമയത്ത് ആദം ഒരു കറുത്ത വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത് സൈക്കിളിൽ. അപ്പോൾ അങ്ങനെ വാഷ്റൂം അന്വേഷിച്ച് ഈ പെട്രോൾ പമ്പിൽ വന്നതായി ആ ജീവനക്കാരി പറയുന്നുണ്ട്. പക്ഷെ അവിടുത്തെ CCTV ദൃശ്യങ്ങളോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലോ CCTVയിലോ ഒന്നും തന്നെ ആദത്തിനെ ഈ പറഞ്ഞ ജൂലൈ 28-ന് മിസ്സായതിനു ശേഷം കണ്ടിട്ടില്ല എന്നുകൂടി പറയുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ഒരു ദുരൂഹത നിറഞ്ഞിരിക്കുകയാണ് ആദത്തിന്റെ തിരോധാനം. എന്തായാലും ഈ ഒരു 5 അംഗ കൊച്ചി സംഘത്തെ പള്ളുരുത്തിയിൽ നിന്ന് 2 മാസം മുമ്പ് കാണാതായ ആദം ജോ ആന്റണിയുടെ തിരോധാനത്തിൽ ദുരൂഹതയുണ്ട്. ഈ തിരോധാന കേസ് അന്വേഷിക്കാൻ വേണ്ടി കൊച്ചി സിറ്റി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.